സുന്ന ശലിക്കോ ഇപ്പുറം ശരിയാക്കാം. എന്നിട്ട് ഓടക്കോണ്ടേ നമ്മൾ ചെറിയത്തിലായിട്ടാണ് ഇപ്പോൾ പോകുന്നത് ഗൈസ്. ഏകദേശം സമയം എടുത്തിനെ 7-8 ആയിട്ടുണ്ട്. കാരണം മുപ്പത് തോന്നിയിട്ട് പിന്നെ വോയിസ് ഇട്ട് ഇങ്ങനെ റെഡി ആയിട്ട് വിളിക്കണമെന്നില്ല. ഇപ്പം വിളിക്കാതിരിക്കുന്നത് ബാത്റൂമുള്ള എടുത്തിട്ട് പിന്നെ സ്പീക്കർ എടുത്താ ഞാൻ പാട്ട് തന്നെ ഓഫ്ലൈൻ ഇനി നമുക്ക് കുറച്ച് ബീച്ചിലെ കാര്യങ്ങൾ കണ്ടാലോ? ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻട്രോഡക്ഷൻ കുറച്ച് ട്രബിൾ ആയിട്ടുണ്ടായിരുന്നു. സോ നല്ലൊരു ഇൻട്രോ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വ്ലോഗിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് മെയിൻ കണ്ടൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിന്ന് ചെറിയ ദ്വീപിലോട്ട് പോവുകയാണ്. അതും സാധാരണ ബോട്ടിൽ പോണ പോലെ അല്ല, കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. നോർമലി ഒരു ബോട്ടിൽ പോവുകയാണെങ്കിൽ ഏകദേശം 3/4 മണിക്കൂർ എടുക്കുവാ. 3/4 മണിക്കൂർ എടുക്കുവാ. യെസ്, 3/4 മണിക്കൂർ എന്തായാലും എടുക്കും ചെറിയ എത്താനായിട്ട്. പക്ഷെ നമുക്കിതിൽ അത്രയും ടൈം വേണ്ട എന്നാണ് പറയുന്നത്. നമ്മളിതുവരെ അത് എക്സ്പീരിയൻസ് ചെയ്യാത്തത് കൊണ്ട് നമുക്കറിയില്ല. നമുക്കപ്പോൾ എന്തായാലും ആ ഒരു പുതിയൊരു എക്സ്പീരിയൻസിലോട്ടാണ് നമ്മുടെ ഈ ഒരു വ്ളോഗ് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ചെറിയ ട്രിപ്പിൽ പോകുന്ന നല്ല നല്ല മൂമെൻറ്റ്സ്, നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. പിന്നെ അപ്പം ഇതാണൊരു ഇൻട്രോ. ഓക്കെ, അപ്പോൾ ബാക്കി വരുന്ന വെച്ചത്. ബൈ ഗായ്സ്, ബൈ. അവിടെ ഉമ്മയുണ്ട്, അവിടെ വാപ്പയുണ്ട്, എല്ലാവരും ഇരിക്കുകയാണ്. കുറച്ചും കൂടി ടീംസ് ഉണ്ട് നമ്മുടെ കൂടെ. അത് വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ടീംസിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഏകദേശം 1 മണിക്കൂർ നമ്മളവിടെ വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. അതിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വെറുതെ 5 മണിക്ക് എന്നെ എണീപ്പിച്ച് വിട്ടു. ഉറങ്ങുന്ന ഞാൻ എന്നെ ഉറക്കത്തിൽ നിന്ന് 5 മണിക്ക് എണീറ്റിട്ട് 8 മണിക്കാണ് മക്കളെ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചത്. എന്താന്ന് പറഞ്ഞൂടെ, ലൈഫിൽ മൊത്തം എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഏകദേശം ഇത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ സുലഭമായി തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വാഹനത്തിലാണ് നമ്മൾ പോകുന്നത്. അത് ബോട്ട്, ഒരു ടൈപ്പ് ഓഫ് ബോട്ട്, കാറ്റ് നിറച്ചിട്ടുള്ള ബോട്ടാണിത്. ആവശ്യത്തിന് കാറ്റ് നിറച്ചും ആവശ്യം കഴിഞ്ഞാൽ കാറ്റിനെ പുറന്തള്ളിയിട്ടാണ് നമ്മുടെ ഈ ഒരു വാഹനം നിലകൊള്ളുന്നത്. ഏകദേശം 10 പേർക്ക് ഈ ഒരു വാഹനത്തിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് കണ്ടപ്പോൾ ഞാനും സുന്നയും വിചാരിച്ചു ബനാന റൈഡിന് കൊണ്ടുപോകുന്ന വണ്ടിയാണെന്ന്. അത്തരത്തിലുള്ളതായിരുന്നു അതിന്റെ ഒരു സ്ട്രക്ചർ. ഏകദേശം നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഓടിക്കുന്ന ഒരു കുഞ്ഞു ബോട്ടാണിത് ഗൈസ്. ബോട്ടുകൾക്കിടയിലൂടെ ആ ബോട്ട് വരുന്നത് കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു. ക്യാമറയിൽ അത് എടുത്തപ്പോൾ അത്രയും ഭംഗിയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഭംഗിയുണ്ട് എന്ന് തോന്നിച്ചവർ കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കുറച്ചു നേരം നമ്മൾ തിരക്കിൽ പെട്ടു. കാരണം അതിന് പാർക്ക് ചെയ്യണം, അതിലേക്ക് ആളുകൾ കയറണം, സാധനങ്ങളൊക്കെ ഏറ്റണം, അതായി ഇതായി അങ്ങനെ കുറെ തിരക്കായി ഗൈസ്. പിന്നെ വീഡിയോ എടുക്കൽ അതൊരു മെയിൻ കാര്യമായത് കൊണ്ട് ഞാൻ മുക്കിലും മൂലയിലും ഇടവിടാണ്ട് തന്നെ വീഡിയോ ക്യാപ്ചർ ചെയ്യാനായിട്ട് മാക്സിമം നല്ല രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഉമ്മ ഏറിയൂട് ദയ്യുമ്മ ഉമ്മ നാജി ഒരു ഹായ് ചൊല്ലു. നാജി ഒരു ഹായ് ചൊല്ലു. സുന്നാനോല്
എത്തുമ്പോൾ വന്ന് പക്കത്ത് കയറിയുന്നത് എന്നെ അമ്മ കണ്ടല്ലെങ്കിൽ കയർ പിടിച്ച് വെച്ചാലും ദിവസമുണ്ടാ മുങ്ങിന്നോളൂ മുങ്ങിന്നോളൂ അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നോർമൽ ബോട്ടിനേക്കാളും കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ളൊരു യാത്രയായിരുന്നു. കാരണം അതിൻ്റെ ഒരു പുക മണം അങ്ങനത്തെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അടിപൊളിയായിരുന്നു. പിന്നെ സ്പീഡിന്റെ കാര്യം പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. ഇടയിൽ ചെറുതായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മിസ്സായതിന്റെ പേരിൽ നമ്മൾ വീണ്ടും നാടടുപ്പിച്ചിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അതും കൂടി വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് പോയി ചെറിയം റീച്ച് ആയിട്ടുണ്ട്. പക്ഷെ ഇതല്ല ചെറിയം ഇതാണ് ഗൈസ്, ഇതാണ് ചെറിയം. ഉമ്മ എന്തോ ഒരു യുദ്ധം കഴിഞ്ഞ് വന്ന പോലെയാണ് നടന്നു പോകുന്നത്. ബോട്ടിൽ ഫുൾ കിടത്തായിരുന്നു. നാട് കണ്ടപ്പോഴാണ് കുറച്ച് എനർജിയൊക്കെ വന്നിട്ട് പുള്ളിക്കാരത്തി നടന്നുകൊണ്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ സേഫ് ആയിട്ട് അടിപൊളിയായിട്ട് ചെറിയം എത്തിയിട്ടുണ്ട്. സോ ചെറിയത്ത് നമ്മൾ സ്റ്റേ ഔട്ട് ഇവിടെയാണ്. പിന്നെ ഇപ്പുറത്ത് വാപ്പയുണ്ട്, സുന്നുണ്ട്, എന്നൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ലേഡീസൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്, കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട്. പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പീസ്, കാം, സൂപ്പർ നൈസ്. അപ്പോൾ വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ചെറിയ ബ്രേക്ക്ഫാസ്റ്റ്. ഹൗ ഇസ് ഇറ്റ്? തിന്നോ താങ്കൾ? യെസ്, ഇത് നമ്മൾ ചെറിയത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ദേശീയ ബ്രേക്ക്ഫാസ്റ്റ്. വട്ടായിട്ട് ഇത്രയും നേരം ചാർജ് ഇല്ലാത്ത ഉമ്മ ചാർജ് കയറ്റാനായിട്ട് അവല് കഴിക്കുന്നു ഗൈസ്. നിങ്ങൾ നോക്കുമ്പോ ഊഞ്ഞാലിലാണ് ഗൈസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? നമ്മുടെ ബോട്ട് ഇതാ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരാൾ ഒളിഞ്ഞിരുന്ന് കഴിക്കുന്നുണ്ട്. ഹലോ, നോക്കിയല്ലേ? നിങ്ങൾ കഴിക്കൂ, ഞങ്ങൾ പോയി കഴിക്കട്ടെ. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ കടൽ കുളിച്ചിട്ട് കുറച്ച് ടയർഡായി, നല്ല ടയർഡായി. ഇപ്പോഴാണ് കുറച്ചും കൂടി ഓക്കെ ആയി വന്നത് കൈയൊക്കെ. നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇതാകുമ്പം കുതിരൂലേ, അതേ കണക്കിന് കുതിർന്നൊരവസ്ഥയായിരുന്നു. പിന്നെ കടൽ കുളിച്ച് കുറച്ച് മേലൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, കുറച്ച് ഉണങ്ങിയിട്ടില്ല. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും സുന്നിയും നടക്കുന്നുണ്ട്. ബീച്ചിൻ്റെ സൈഡിൽ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണല്ലോ, അല്ലെങ്കിലും നല്ല രസമാണ്. പിന്നെ നമ്മൾ ചെറിയ സുന്നേനുണ്ട്. നമുക്ക് കുറെ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടി ബോട്ടിൽ കിട്ടുന്നുണ്ട്, അപ്പം നമ്മളത് കളക്ട് ചെയ്യുകയാണ്. പിന്നെ കുറേ ഷെല്ല് അങ്ങനത്തെ ഒക്കെ കളക്ട് ചെയ്യണം. കുറച്ച് വെയിലുണ്ട്, അതുകൊണ്ട് വെയിൽ താഴ്ന്നിട്ട് നമുക്ക് താണിട്ടിറങ്ങാം. കുറച്ച് വെയിലുള്ളപ്പോഴും ഇറങ്ങാം, കാരണം നനഞ്ഞതൊക്കെ നമുക്ക് ഉണക്കാൻ പറ്റും. എന്തൊരു സമാധാനമായ സ്ഥലമല്ലേ. കുറേ തിരക്ക് പിടിച്ച് അല്ലെങ്കിൽ പ്രഷറുള്ള അല്ലെങ്കിൽ റിലാക്സ് ഇല്ലാത്ത ഒരു മൈൻഡൊക്കെ ഒന്ന് വൃത്തികെട്ട അവസ്ഥകളിലൊക്കെ നമുക്കിവിടെ വന്നിട്ട്, അല്ലെങ്കിൽ ഇതേപോലത്തെ സ്ഥലത്ത് ഒറ്റപ്പെട്ട് സ്ഥലത്ത് വന്നിട്ട് കുറച്ചൊന്ന് മൈൻഡും ശരീരവും ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്യുന്നത് കുറച്ചും കൂടി നന്നായിരിക്കും. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇവിടെ വരാൻ പറ്റണമെന്നൊന്നും നിർബന്ധമില്ല.
ലക്ഷദ്വീപിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ചെറിയം. പക്ഷേ പിന്നെ വേറെ സ്റ്റേറ്റിലുള്ള പിള്ളേരാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റായൊന്നുമില്ല. പക്ഷേ പെട്ടെന്ന് വിചാരിക്കുമ്പം വരാൻ ഇങ്ങോട്ട് പറ്റത്തില്ല. സോ നിങ്ങളുടെ വീട് പ്രദേശങ്ങളിലുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഏരിയ അല്ലെങ്കിൽ ചിലപ്പോൾ കാണാൻ നല്ല രസമുള്ള ഏരിയ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എന്താക്കാം, നമുക്ക് ചിൽ ഔട്ട് ചെയ്യാം. ചിൽ ഔട്ട് എന്ന് പറയുമ്പം ശരീരത്തിന് ദോഷം വരുത്തുന്ന ചിൽ ഔട്ട് അല്ല ഞാനിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ശരീരത്തിനും മനസ്സിനും സമാധാനം കൊടുക്കുന്ന ഒരു പീസ് മൂമെൻറ്റ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം വിത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീപ്പിൾസ്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ കുറച്ച് നല്ല ആൾക്കാരോടാണ് വന്നത്, എൻ്റെ ഫാമിലീസിൻ്റെ കൂടെ. സോ ഓക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ നമ്മൾ കടൽ കുളിച്ചിട്ട് നേരെയുള്ള വെള്ളം, അതായത് നല്ല വെള്ളത്തിൽ നമ്മൾ കുളിച്ചിട്ടില്ല. ഇപ്പോഴും ഉപ്പ് വെള്ളത്തിൻ്റെ ഒരു ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഡ്രസ്സിലുള്ളത്. കാരണം നമ്മൾ ചിലപ്പം ഫുഡ് കഴിച്ചിട്ട് വീണ്ടും ഇറങ്ങും കടൽ കുളിക്കാൻ. വല്ലപ്പോഴാണല്ലോ ഇങ്ങനത്തെ ഒരു അവസരങ്ങളൊക്കെ വരുന്നത്. നാട്ടിലുള്ളപ്പോൾ അങ്ങനെ ഓ അതന്നെ ഓതാണ് ഓ യെസ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതാണ്. നമ്മുടെ നാട്ടിലുള്ളപ്പോൾ എപ്പോഴും കടൽ കുളിക്കാനാണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിലൊന്നും നമ്മൾ ടൈം കണ്ടെത്താറില്ല, അല്ലെങ്കിൽ കുറച്ച് തിരക്കിലായി അങ്ങനെ അത് വിട്ടുപോകും. അപ്പം ഇങ്ങനത്തെ അവസരങ്ങളിൽ നമ്മൾ നല്ലോണം മുതലാക്കണം. എന്തായാലും കരിഞ്ഞ് കെത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ടാനടിച്ച് ചാവും, അത് വേറെ കാര്യം. പക്ഷേ ഇങ്ങനത്തെ സന്ദർഭങ്ങൾ കിട്ടുമ്പം അത് മുതലാക്കാണ്ടിരിക്കാനും വയ്യ. അതാണ് സത്യത്തിലുള്ള അവസ്ഥ. അപ്പം അങ്ങനെയാണ്. സോ നമ്മൾ വീണ്ടും കുളിക്കുന്നതായിരിക്കും, വീണ്ടും ഫുഡ് കഴിക്കും. നമ്മൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് അവൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കടൽ കുളിച്ചതിന് ശേഷം കുറച്ച് വിശക്കും. നമുക്ക് കടൽ കുളിച്ച് കഴിഞ്ഞാൽ കുറച്ച് വിശക്കും. അപ്പോൾ വിശന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കയറി ഇരുന്നപ്പം അട പൊരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മീനച്ചാറും കൂട്ടി നമ്മളത് കഴിച്ചു. പിന്നെ കുറച്ച് റെസ്റ്റാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. കണ്ണ് ഇങ്ങനെയാണുള്ളത്. ഇങ്ങനെ അടഞ്ഞ് തുറക്കാൻ പറ്റില്ല. എന്നാൽ നല്ല വെയിലുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും തുറക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എൻ്റെ കണ്ണിന്. എനിക്ക് മാത്രമാണ് പറഞ്ഞത്. ഞാനിപ്പോൾ കിടന്നാൽ അപ്പോൾ ഉറങ്ങും, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. കടൽ കുളിച്ച് കഴിഞ്ഞാൽ അങ്ങനൊരു നേച്ചർ പൊതുവെ എല്ലാവർക്കും ഉള്ളതാന്ന് തോന്നുന്നുണ്ട്. എനിക്കും ഉണ്ട് അത്ര തന്നെ. സോ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങിയാലോ എന്ന് ആലോചിക്കുന്നു. പക്ഷെ ഉറങ്ങാനുള്ളൊരു സെറ്റപ്പ് ഇല്ല ഗൈസ്. അവൾ ബോട്ടിൽ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവൾക്ക് നല്ല ഉന്മേഷത്തോടെയാണ് അവൾ ബോട്ടിൽ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഉന്മേഷം എവിടെയോ ഒരു ഉറക്കം കൊണ്ടുപോയി. ഉറങ്ങിയാൽ ശരിയാവും. ഉറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ശരിയാവും. കട്ട് ചെയ്യുക. കമോൺ കയ്യല. മതി. ഹരമുണ്ട്, കാണാൻ ഹരമുണ്ട്. രാവിലെ പോയിക്കോടാ ഞാൻ നനഞ്ഞ കൈയോടെ എടുപ്പാണ്ടി. മകളെ റീൽ എടുക്കാനാണ് ഇങ്ങനെ
മീൻ എങ്ങനെ ഉണ്ട്? തൊപ്പിയല്ലേ ഇട്ടോണ സുന ചോറിടണ്ടേ? ഇച്ചിരി നേരത്തെ റെസ്റ്റിന് ശേഷമാണ് നമ്മൾ ഫുഡ് അടിച്ചത്. ഏകദേശം ഒരു 4 മണിയായിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കുമ്പോൾ. അത് കഴിഞ്ഞതിന് ശേഷം ഡ്രസ്സൊക്കെ മാറി പോവാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി നമ്മൾ ചുമ്മാ ഒന്ന് മറ്റേ സൈഡിലുള്ള ബീച്ചിലോട്ട് പോവാണ്. അവിടെ നിന്ന് എന്തെങ്കിലും ഈ സീഷല് പോലത്തെ നല്ല ഷേപ്പുള്ള സാധനങ്ങൾ, കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇത്തരത്തിലുള്ളതാണ് നമ്മുടെ ചെറിയ ദ്വീപിലെ വഴികൾ. ചിലയിടങ്ങളിൽ പ്രോപ്പറായിട്ട് വഴികൾ ഉണ്ടെങ്കിലും എന്നാൽ ചിലയിടങ്ങളിൽ ഇത്തരത്തിലുള്ള ഫുൾ ഓലയും പിന്നെ മടലും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള വഴികളായിരുന്നു നമുക്ക് പോകേണ്ടിയിരുന്നത്. ഇത് കിഴക്ക് വശത്തെ ബീച്ച് സൈഡാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ മണലിനേക്കാളും അല്ലെങ്കിൽ മണലൊട്ടും തന്നെ കാണാത്ത കല്ലുകൾ നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഈ സ്ഥലം. എങ്കിൽ കൂടിയും കാഴ്ചയ്ക്ക് ഒട്ടും ഭംഗി വരുത്താത്ത, കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച തന്നെയായിരുന്നു അവിടമുള്ളത്. കാഴ്ച അടിപൊളിയാണെങ്കിലും നടക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം അത്തരത്തിലുള്ളതായിരുന്നു കല്ലുകളുടെ സ്ട്രക്ചറും വലിപ്പവും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നല്ല പോലെ നടക്കുക. ഷൂസൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ചെരുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് നടക്കുക, ഇല്ലെങ്കിൽ തെന്നാനുള്ള സാധ്യത കൂടുതലാണ്. ഏകദേശം അരമണിക്കൂറോളം നമ്മൾ അവിടെ സമയം ചെലവഴിച്ചു. അതിനുശേഷം തിരിച്ച് നടന്നു. ഞാൻ അവിടെ ഇരുന്ന് കടലും കരയും ഒക്കെ കണ്ടിരിക്കുന്നതല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും സീഷലും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു പണി സുന്ന ഏറ്റെടുത്ത് ചെയ്തത് കൊണ്ട് അവളുടെ കയ്യിലായിരുന്നു സഞ്ചിയും കാര്യങ്ങളും. 2024 ശേഷം 2026 നമ്മൾ ചെറിയ ദ്വീപിലോട്ട് വന്നത്. സോ ഒരു ഇയർ ഗ്യാപ്പ് വന്ന ശേഷമാണ് നമ്മൾ ചെറിയ കാണുന്നത്. ഏകദേശം 5:45 നമ്മൾ ഇവിടുന്ന് റിട്ടേൺ അടിക്കാനുള്ള പരിപാടിയിലാണ്. രാവിലെ വരുമ്പോൾ കുറച്ച് കടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തിരിച്ചു പോകുമ്പോൾ ശാന്തമായ ഒരു പ്രകൃതമായിരുന്നു കടലിൻ്റെത്. അതുകൊണ്ട് തന്നെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു റൈഡ് അല്ലെങ്കിൽ ഒരു യാത്ര തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആവശ്യത്തിലധികം മെമ്പേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. വരുന്നതിനേക്കാൾ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് തോന്നി എനിക്ക് തിരിച്ചു പോകുമ്പോൾ. കാരണം നമ്മൾ പോകുമ്പോൾ സ്പീഡ് കുറച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. സോ മമ്മിക്ക് അത്ര ഹാങ് ഓവർ ഉണ്ടായിരുന്നില്ല. ചെറിയ വന്ന് പോകുമ്പോൾ കരിഞ്ഞു കത്തുക എന്നുള്ളത് ചെറിയത്തിന്റെ ഒരു ഗിഫ്റ്റ് ആണ് ഗൈസ്. അതെനിക്ക് മാത്രമല്ല എല്ലാവർക്കും. ഞങ്ങളെ പോലെ തന്നെ ഇന്ന് കുറെ ടീംസ് അവിടെ ചെറിയമിൽ പോയത് കൊണ്ട് തന്നെ അവരെ പിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ബോട്ടാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോ ഇല്ലെങ്കിൽ തന്നെയും ചെറിയ ഭാഗത്തോട്ടാണ് ആ ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് നേരം വൈകാതെ തന്നെ നമ്മൾ ഇതാ കൽപ്പേനി ദ്വീപിൽ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ എന്തൊരു ശാന്തമായ കടല്, എന്ത് തെളിഞ്ഞ വെള്ളം. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ലക്ഷദ്വീപിനെ മനോഹരമാക്കുന്ന, കാഴ്ചയെ കുറച്ചും കൂടി അടിപൊളിയാക്കുന്ന ഒരു ഇത്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാണെന്ന് ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് ബൈ ഗൈസ്.